ഉള്ളംകാലും ഈ തുടയുടെ അവിടെയൊക്കെ 22 മുറിവാണ്. എൻ്റെ പിള്ള എന്ത് കുറ്റം ചെയ്തു? ഒരു മകന് വേണ്ടി ഞാൻ ജീവിച്ചാണ്. എൻ്റെ ഒരു തന്തപ്പടി എന്ന് പറഞ്ഞാൽ 1 വയസ്സിന് 1 മാസം മുമ്പ് ഇട്ടിട്ട് പോയെങ്കിലും ഞാൻ മറ്റൊരുത്തനെ തേടി പോയില്ല. എൻ്റെ മകനെ വേറെത്തനെ കൊണ്ട് അറ്റാൻ ഞാൻ വിളിപ്പിച്ചില്ല. 22 വർഷമായി എല്ലാം കൂടെ ചേർത്ത്. 6 വർഷത്തിന് ശേഷം കോടതി പറഞ്ഞത് അവൻ കുറ്റക്കാരനല്ല എന്ന്. എനിക്ക് മകനാണ് ഏറ്റവും വലുത് എന്ന് പറഞ്ഞാണ് ഞാൻ ജീവിച്ചത്. ഇന്നും എൻ്റെ മകൻ അടുത്തുണ്ട് എന്ന് പറഞ്ഞാണ് ഞാൻ ഇന്നും ജീവിക്കുന്നത്. എൻ്റെ മകന് വേണ്ടി എനിക്ക് നീതി കിട്ടിയേ പറ്റൂ. എൻ്റെ മകനെ കൊന്നത് ഞാനാ. എനിക്കെന്തെന്ന് വെച്ചാൽ ഞാൻ പോവും, പറഞ്ഞ പോലെ നമ്മൾ പോയി എനിക്ക് നീതി കിട്ടണം. എങ്ങനെ എൻ്റെ അവൻ കുറ്റക്കാരനല്ലെന്ന് ഏത് കോടതി പറയും? ഈ കണ്ണില്ലാത്തവരൊക്കെ പോലും കണ്ണ് തുറക്കും. എൻ്റെ മകൻ്റെ രംഗം കണ്ടാൽ അപ്പോഴും കണ്ണ് തുറക്കും കണ്ണില്ലാത്തവർ. അപ്പം എൻ്റെ മകൻ അവൻ ഇങ്ങനെയാണ് കുറ്റക്കാരനല്ല എന്ന് ആദ്യം അവൻ എല്ലാ തെളിവും ആയി അവൻ കുറ്റക്കാരനെന്ന് പറഞ്ഞ് അവന് ശിക്ഷയും കൊടുത്തിട്ട് 6 വർഷമായപ്പോൾ 22 വർഷമായി എല്ലാം കൂടെ ചേർത്ത് 6 വർഷമായി. 6 വർഷത്തിന് ശേഷം കോടതി പറഞ്ഞത് അവൻ കുറ്റക്കാരനല്ല എന്ന്. അപ്പം എങ്ങനെ വന്നു അത് എന്നാണ് നമുക്ക് അറിയാനുള്ളത്. നമ്മൾ 20 വർഷത്തോളം ഇതിന് പിറകെ പോയി CBI അന്വേഷണമൊക്കെ ആവശ്യപ്പെട്ട് അങ്ങനെയധികം പോയതാണ്. അപ്പം അന്വേഷണത്തിലെങ്കിലും എവിടെയെങ്കിലും പാലിച്ചും പറ്റിയിട്ടില്ല, ഒന്നുമേ പറ്റിയിട്ടില്ല. ആദ്യം നോക്കി അതിൽ പാലിച്ചെന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും രണ്ടാമത് നമ്മളിങ്ങനെ കൊണ്ട് കൊടുത്ത് അതിൽ ഒരു കളങ്കവും ഇല്ലാതെയാണ് കേസ് വിധിയായത്. ഇപ്പം എങ്ങനെ ഈ കോടതി അവൻ കുറ്റക്കാരനല്ല എന്ന് പറഞ്ഞത് എനിക്കറിഞ്ഞൂടാ. അപ്പം കോടതിക്ക് ഹൃദയമുണ്ടോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഒരു ഹൃദയം എന്ന് പറഞ്ഞാൽ ആണായാലും ഒരു പെണ്ണായാലും ഒരേ ഒരു ഹൃദയമുണ്ട്. ഒരു അസുഖം വരുമ്പം ആരെങ്കിലും ഹൃദയം മാറ്റി വയ്ക്കും. അതല്ല, ഇത് സ്വന്തമായിട്ടൊരു ഹൃദയം വേണം, ആണിനായാലും പെണ്ണിനായാലും. ഇപ്പോഴാ എനിക്കൊരു തോന്നലും ഇല്ല. അവൻ എന്നെ കൊല്ലാൻ കൂടെ നോക്കിയവനാണ്. 3-ാം മാസത്തിൽ എൻ്റെ മകൻ അവിടെ വെള്ളത്തിന് പോയി. അപ്പം എൻ്റെ മകനെയും പിടിച്ച് കെട്ടി വേറെ 5 പേരെ കൂടെ ചേർത്ത് ആദിവാസിയെ കൊണ്ടുവന്ന് ഞാൻ അപ്പോഴും ചാവാനായിട്ട് എന്നെ ചെയ്തു വച്ചു. 13 വർഷം കഴിഞ്ഞപ്പോഴാണ് കേസ് വിധിയാവുന്നത്. ഞാൻ ചത്തില്ല. അവന് നിഴഞ്ഞ് നടക്കാനായിട്ട് എൻ്റെ ഇവിടെയൊക്കെ തൂങ്ങിക്കിടക്കും. വെളിയിലിറങ്ങപ്പം ഇതെന്തോന്ന് ചവ തോർത്തെല്ലാം ഞാൻ കാണാത്തണ്ടായിട്ട് ആരുമില്ല, ചിലക്കാത്ത പൈസ ഒന്നുമില്ല. 15 പേരെ കണ്ടു. ഫോണെടുത്തെല്ലാം നോക്കിയിട്ട് പറയും ഒരു അസുഖമില്ലെന്ന്. ഇപ്പം കുറേ പൈസയായി. എനിക്ക് എഴുത്തിരിക്കാൻ പോലും വയ്യാത്താണ് ഈ കുടുംബരോഗി കാണിച്ചത്. അപ്പം എൻ്റെ മകനെയും കൊന്ന് എന്നെയും കൊല്ലാൻ നോക്കിയവനാണ് അവൻ കുറ്റക്കാരനല്ല എന്ന് കോടതി പറയുന്നത്. എങ്ങനെ ഇരിക്കുന്നു? കോടതി പറഞ്ഞ സ്വന്തം ഒരു അമ്മയും ഒരു മകനെയും പക്ഷിക്ക് തിന്നിട്ട് കേൾക്കുകയാണ് അവൻ കുറ്റക്കാരനല്ല എന്ന്. എങ്ങനെ തോന്നി ഈ കോടതിക്ക്? എനിക്കതേ കേൾക്കാനുള്ളൂ. പോകണം. എന്തെന്ന് വെച്ചാൽ എനിക്ക് 10 പലതൊന്നുമില്ല. ഒരു മകന് വേണ്ടി ഞാൻ ജീവിച്ചാണ്. എൻ്റെ ഒരു തന്തപ്പടി എന്ന് പറഞ്ഞാൽ 1 വയസ്സിന് 1 മാസം മുമ്പ് ഇട്ടിട്ട് പോയെങ്കിലും ഞാൻ മറ്റൊരുത്തനെ തേടി പോയില്ല. എൻ്റെ മകനെ വേറെത്തനെ കൊണ്ട് അറ്റാൻ ഞാൻ വിളിപ്പിച്ചില്ല. ഇതൊന്നും ഞാൻ ചെയ്തില്ല. ഞാൻ എൻ്റെ മകനെ എന്ന് പറഞ്ഞ് ഞാൻ ജീവിച്ചോളാണ്. എനിക്ക് മകനാണ് ഏറ്റവും വലുത് എന്ന് പറഞ്ഞാണ് ഞാൻ ജീവിച്ചത്. ഇന്നും എൻ്റെ മകൻ അടുത്തുണ്ട് എന്ന് പറഞ്ഞാണ് ഞാൻ ഇന്നും ജീവിക്കുന്നത്. അപ്പം എനിക്ക് നീതി കിട്ടുമത്തെന്ത്? എനിക്ക് നീതി കിട്ടണം. എൻ്റെ മകന് വേണ്ടി എൻ്റെ മകന് വേണ്ടിയാണ് ഇന്നും ഞാൻ ജീവിക്കുന്നത്. എനിക്ക് ആവതില്ല. ഒരു പിള്ളയും പോയി എൻ്റെ ജീവിതമേ പറിച്ചെടുത്തു. പിന്നെ ഞാൻ വല്ലാമ കൊണ്ട് ഞാൻ ഇങ്ങനെ തള്ളി പോകണമെന്ന് മാത്രമേ ഉള്ളൂ. നല്ല ജീവനോട് തന്നെ ഞാൻ നടക്കുന്നത്. ആ മകനോടെല്ലാ ജീവിതവും പോയി. പിന്നെ അതിൽ കൂടെ ഈ കുടുംബരോഗി ഇങ്ങനെയും കൂടെ ചെയ്തു വെച്ചപ്പോൾ എന്നെ ആകെ മൊത്തം ഞാൻ തവറന്ന് തവപ്പണം കെട്ടാണ് ഞാൻ എൻ്റെ ജീവിതം ഞാൻ പോണത്. എന്തോ അങ്ങ് എടുത്തില്ല, എൻ്റെ മകൻ്റെ കൂടെ അങ്ങ് എടുത്തില്ല. അപ്പോൾ ഇതെല്ലാം കാണാനും കേൾക്കാൻ എല്ലാ ഓണത്തിനും എന്തെങ്കിലും ഒരു കൊരുപ്പ് എനിക്കുണ്ടാകും എൻ്റെ മകനെ പറ്റി. എന്നും ഇതാണ്. എല്ലാ ഓണത്തിനും ഒരാഴ്ചയ്ക്ക് മുമ്പേ ഇന്നലെ ഞാൻ കണക്കാക്കി എന്തോ എനിക്ക് സംഭവിക്കാൻ പോണു. അതേപോലെ തന്നെ സംഭവിച്ചത്.
പറഞ്ഞു ചെയ്യാമെന്ന് പറഞ്ഞു. എനിക്ക് ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ എനിക്ക് നീതി കിട്ടണം. എൻ്റെ മകന് വേണ്ടി എനിക്ക് നീതി കിട്ടിയേ പറ്റൂ. ഒരു കോടതിയും പറയില്ല അവൻ കുറ്റക്കാരനല്ല എന്ന്. എല്ലാ ലോകം മുഴുക്ക അറിയാം. ഒരു കണ്ണില്ലാത്തവർക്ക് അപ്പോഴെൻ്റെ മകൻ്റെ രംഗം കാണുമ്പോൾ ആ കണ്ണങ്ങ് തുറക്കാതിരിക്കൂല. ആ ഉള്ളംകാലും ഈ തുടയുടെ അവിടെയൊക്കെ 22 മുറിവാണ്. എൻ്റെ പിള്ള എന്ത് കുറ്റം ചെയ്തു? 4000 രൂപ കയ്യിൽ ഇരുന്നത് കുറ്റം. അതാണ് എൻ്റെ പിള്ള ചെയ്തൊരു കുറ്റം. സാറേ മോട്ടിച്ചില്ലാന്ന് പറഞ്ഞപ്പോൾ ആദ്യം ഒരു മൂട്ടിൽ മറിച്ച് കൊണ്ടുപോയിട്ട് വാ നിനക്ക് രൂപ തരാമെന്ന് പറഞ്ഞ് കൊണ്ടുപോയാണ് അവൻ ഈ കുലവൃത്തി കാണിച്ചത്. അപ്പോൾ ആ രൂപ അവന് എടുക്കാനും പറ്റിയില്ല. എൻ്റെ പിള്ള കൊന്ന് വെള്ളം കൊടുത്താ ലാസ്റ്റ് തിളക്ക ഒരു ഗ്ലാസ് വെള്ളം കൊണ്ട് വെച്ചിട്ട് കുടിച്ചിട്ട് ഇവിടെ കിടന്ന് ചാവുന്ന അത്ര രോഗ്യനാണ് പോലീസുകാരായി, കുടുംബരോഗി. അങ്ങനെയാണ് ചെയ്തപ്പോൾ ഇപ്പം കുറ്റം ഒരു കുറ്റവും ചെയ്തിട്ടില്ല എന്ന്. പിന്നെ ചെയ്തതാര്? ഞാനാ? എൻ്റെ മകനെ കൊന്നത് ഞാനാ?